ഓക്കെ, വെൽക്കം ബാക്ക്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഗ്രാഫിക്കൽ മെത്തഡാണ്, ഗ്രാഫുകളെ പറ്റിയാണ്. പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, പിന്നെ ആക്സലറേഷൻ ടൈം ഗ്രാഫ്, ഇങ്ങനെ പലതരം ഗ്രാഫുകളെ പറ്റിയാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫ് ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഓർ എക്സ് ടി ഗ്രാഫ് എന്ന് പറയും. എക്സ് ടി ഗ്രാഫ്, എക്സ് പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ നമ്മൾ ഓരോ സിറ്റുവേഷൻ എടുത്തുകൊണ്ട് നമ്മൾ ഗ്രാഫ് വരക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് ജനറലി എങ്ങനെയാണ് വരക്കുക എന്ന് വെച്ചാൽ, അതായത് പൊസിഷൻ വൈ ആക്സിസിലും പൊസിഷൻ ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് പൊസിഷൻ വൈ ആക്സിസിലും ടൈം എക്സ് ആക്സിസിലും എടുക്കുക. എക്സ് ആക്സിസിലാണ് നമ്മൾ ടൈം എപ്പോഴും ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് എക്സ് ആക്സിസിനെ നമ്മൾ വേണേൽ ടൈം ആക്സിസ് എന്ന് പറയാം. ടൈം ആക്സിസ് ഇവിടെ നമ്മൾ വെലോസിറ്റി എന്നെടുത്താൽ വെലോസിറ്റി ടൈം ഗ്രാഫായി, ഇവിടെ ആക്സലറേഷൻ എടുത്താൽ ആക്സലറേഷൻ ടൈം ഗ്രാഫായി. ഇവിടെ ഇപ്പോൾ അത് പൊസിഷൻ ടൈം ഗ്രാഫാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പൊസിഷൻ ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇതെടുക്കുക. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ പൊസിഷൻ വൈ ആക്സിസിലും ടൈം എക്സ് ആക്സിസിലും എടുത്തുകൊണ്ട് വേണം നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ. അപ്പോൾ നമ്മൾ ഇനി ഓരോ സിറ്റുവേഷൻ എടുത്തുകൊണ്ട് ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ്. ഒന്നാമത്തത് ഫസ്റ്റ് വൺ ഫോർ എ സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആണ്. ദാറ്റ് ഈസ് ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ആണ് അല്ലേ. ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്, സ്റ്റേഷനറിയാണ്, റെസ്റ്റിലാണെങ്കിൽ വെലോസിറ്റി എന്താണ്? വെലോസിറ്റി 0 ആണ്. റെസ്റ്റിലായാൽ വെലോസിറ്റി 0 അല്ലേ? അപ്പോൾ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്, സ്റ്റേഷനറിയാണ്. ഈ കേസിൽ നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ റെസ്റ്റിലാണെന്ന് പറഞ്ഞ അർത്ഥം എന്താ? റെസ്റ്റിലാണെന്ന് പറഞ്ഞ അർത്ഥം അതിൻ്റെ പൊസിഷൻ എന്താവില്ല, പൊസിഷൻ ചേഞ്ച് ആവില്ല അല്ലേ, പൊസിഷൻ ചേഞ്ച് ആവില്ല. അപ്പോൾ നമ്മളിവിടെ ഒറിജിൻ ഇതാണ് നമ്മളെ റെഫറൻസ് പോയിന്റ് എന്ന് വിചാരിച്ചു. ഒറിജിൻ ഒരു ഒബ്ജക്റ്റ് ഇവിടെയുണ്ട്. ഒരു ഒബ്ജക്റ്റ് ഉള്ള പൊസിഷൻ, ഒബ്ജക്റ്റ് ഉള്ളത് ഒരു 3 മീറ്ററിലാന്ന് വിചാരിക്കും. ഒബ്ജക്റ്റ് 3 അല്ലെ 5 മീറ്ററിലാന്ന് വിചാരിക്കും. ഒറിജിനിൽ നിന്ന് ഇതാണ് ഒറിജിൻ എന്ന് വിചാരിച്ചു. ഒറിജിനിൽ നിന്ന് 5 മീറ്റർ അകലെയാണ് ഒബ്ജക്റ്റ് ഉള്ളത്. ഒബ്ജക്റ്റ് എന്തിലാണ്? റെസ്റ്റിലാണ് അല്ലേ. റെസ്റ്റിലാണെങ്കിൽ അർത്ഥം എന്നാ? അതിൻ്റെ പൊസിഷൻ എന്താവില്ല, ചേഞ്ച് ആവില്ല. ഇപ്പോൾ ടൈം 1 സെക്കൻഡ് ആയാൽ, ടൈം ഇപ്പോൾ 1 സെക്കൻഡ് ആയി എന്ന് വിചാരിച്ചോ, അപ്പോൾ ഒബ്ജക്റ്റ് അവിടെ തന്നെയാണ്, റെസ്റ്റാണ്. ടൈം 2 സെക്കൻഡ് ആയാലോ? ടൈം 2 സെക്കൻഡ് ആയാലും ഒബ്ജക്റ്റ് അവിടെ തന്നെയാണ്. ടൈം 3 സെക്കൻഡ് ആയാലും, ടൈം എന്തായാലും ഒബ്ജക്റ്റ് അവിടെ തന്നെയാണ്. ഒബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റാണ്. അപ്പോൾ എപ്പോഴും ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. അപ്പോൾ ടൈം കഴിയുന്തോറും ടൈം എത്ര ടൈം ആയാലും ഒബ്ജക്റ്റ് റെസ്റ്റ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ റെസ്റ്റിലാണെങ്കിൽ ഒറിജിനിൽ നിന്ന് 5 മീറ്റർ അകലെയുള്ളതെന്ന് വിചാരിക്കൂ. അപ്പോൾ ഒരു പൊസിഷൻ 5 മീറ്റർ അകലെയുള്ള, ഒറിജിനിൽ നിന്ന് 5 മീറ്റർ അകലെയാണ് പൊസിഷൻ. ഇനി ടൈം ഞാൻ 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് ഇങ്ങനെയൊക്കെ എടുത്തു. ഇവിടെ ടൈം എടുത്തു. ടൈം 1 ആയാൽ 5 മീറ്ററിലാണ്. ഇതാണ് പൊസിഷൻ ഇതാണ്. കാരണം പൊസിഷൻ എന്താകുന്നില്ല, ചേഞ്ച് ആവുന്നില്ല. ടൈം 2 ആയാലും പൊസിഷൻ ഇത് തന്നെയാണ്, 5 മീറ്ററിൽ തന്നെയാണുള്ളത്, 5 മീറ്ററിൽ തന്നെയാണ്. ടൈം 3 ആയാലും പൊസിഷൻ 5 മീറ്ററിൽ തന്നെയാണ്. കാരണം അത് റെസ്റ്റിലാണ്. അതുകൊണ്ട് ഈ 5 മീറ്ററിൽ നിന്ന് അത് മാറുന്നില്ല, അത് അവിടെ തന്നെ റെസ്റ്റ് തന്നെയാണ്. ഒറിജിനിൽ നിന്ന് 5 മീറ്റർ അകലെയാണെന്ന് വിചാരിക്കൂ, അങ്ങനെയാണ് അത് അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പോയിൻറ്റ്സ് അല്ലേ. അപ്പോൾ ടൈം എന്തായാലും പൊസിഷൻ ഇത് തന്നെയാണ്, പൊസിഷൻ ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ പോയിൻറ്റ്സ് ഇതൊക്കെയാണ് വരിക. ഈ പോയിൻറ്റ്സ് എല്ലാം യോജിപ്പിച്ചാൽ, ജോയിൻ ചെയ്താൽ നമുക്ക് ഗ്രാഫ് കിട്ടും. അപ്പോൾ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഗ്രാഫ് കിട്ടിയിരിക്കുന്നത് പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലെങ്കിൽ എക്സ് ടി ഗ്രാഫ് അല്ലേ. എക്സ് ടി ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ്, നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ഗ്രാഫ് ഇങ്ങനെയൊക്കെയല്ലേ പോയിൻറ്റ്സ്. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ എല്ലാ ഗ്രാഫിൻ്റെ കുറേ ഗ്രാഫ് വരയ്ക്കാനുണ്ടേ. എല്ലാം ലാസ്റ്റ് കൺഫ്യൂഷൻ ആയിരുന്നു, മാറിപ്പോരുത്. ഓരോ കേസിൽ കിട്ടുന്ന ഗ്രാഫ് ഓർത്ത് വെക്കുക. ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ്, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ടൈം ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിന് ടൈം ആക്സിസിന് പാരലായിട്ട്, ഇതിന് പാരലായിട്ട് അല്ലേ, ടൈം ആക്സിസിന് പാരലായിട്ടാണ് പൊസിഷൻ ടൈം ഗ്രാഫ്. ഒബ്ജക്റ്റ് എന്തിലാണെങ്കിൽ? റെസ്റ്റിലാണെങ്കിൽ. ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെയാണ്. ഓക്കെ.
ഇനി അടുത്ത്, അപ്പോൾ ഒന്നാമത്തെ ഗ്രാഫ് ഇങ്ങനെയാണ്. ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ ഇതാണ് ഗ്രാഫ്. ഓക്കെ. സെക്കൻഡ് വൺ, for a body moving with uniform velocity. യൂണിഫോം വെലോസിറ്റി എന്ന് വെച്ചാൽ അർത്ഥം യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി യൂണിഫോം അല്ലേ, എന്ന് വെച്ചാൽ വെലോസിറ്റി യൂണിഫോം, വെലോസിറ്റി കോൺസ്റ്റൻറ്റ്, യൂണിഫോം. വെലോസിറ്റി യൂണിഫോം ആയാൽ ആക്സലറേഷൻ എന്താണ്? 0 ആണ് അല്ലേ. വെലോസിറ്റി യൂണിഫോം ആയാൽ ആക്സലറേഷൻ 0 ആണ്. വെലോസിറ്റി ചേഞ്ച് ആയാലേ എന്തുള്ളൂ? ആക്സലറേഷൻ ഉള്ളൂ. വെലോസിറ്റി യൂണിഫോം ആയാൽ, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയാൽ, യൂണിഫോം ആയാൽ ആക്സലറേഷൻ എന്താണ്? 0 ആണ് അല്ലേ. ഈ കേസിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് വരക്കണം, പൊസിഷൻ ടൈം ഗ്രാഫ് വരക്കണം. അപ്പോൾ ഞാനിവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് പൊസിഷൻ എടുത്തു, ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ എടുത്തു. y ആക്സിസിൽ ഡിസ്പ്ലേസ്മെൻറ്റ്, x ആക്സിസിൽ ഞാൻ ടൈം എടുത്തു. വെലോസിറ്റി എന്താവണം? വെലോസിറ്റി യൂണിഫോം ആവണം, കോൺസ്റ്റൻ്റ് ആവണം അല്ലേ. വെലോസിറ്റി യൂണിഫോം ആവണം. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുത്തു. ഇവിടെ ഞാൻ എക്സ് എടുക്കുന്നു. എക്സ് ഉദ്ദേശിക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ ടൈം, ഡിസ്പ്ലേസ്മെൻറ്റും ടൈം എടുക്കും. ടൈം 1 സെക്കൻഡ് ആയാൽ ഡിസ്പ്ലേസ്മെൻറ്റ് 2 മീറ്റർ. ടൈം 2 സെക്കൻഡ് ആയാൽ ഡിസ്പ്ലേസ്മെൻറ്റ് 4 മീറ്റർ. ടൈം 3 സെക്കൻഡ് ആയാൽ ഡിസ്പ്ലേസ്മെൻറ്റ് 6 മീറ്റർ വിചാരിച്ചു. നിങ്ങൾ വെലോസിറ്റി കാണൂ. വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. വെലോസിറ്റി എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര? 2, ടൈം എത്ര? 1. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം 2/1, 2 മീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റോ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം 4/2, 2 മീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് 6/3, 2 മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെയല്ലേ വെലോസിറ്റി വന്നത്? അപ്പോൾ വെലോസിറ്റി സെയിം അല്ലേ? സെയിം ആണ്. അപ്പോൾ യൂണിഫോം ആണ് അല്ലേ. യൂണിഫോം വെലോസിറ്റിയാണ്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ യൂണിഫോം വെലോസിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ എടുത്താൽ നമുക്ക് എന്ത് മനസ്സിലായി? ഈ എക്സാമ്പിൾ എന്തിനെ സൂചിപ്പിക്കുന്നു? യൂണിഫോം വെലോസിറ്റിയെ ഡിനോട്ട് ചെയ്യുന്നു അല്ലേ. ഗ്രാഫ് വരക്കാൻ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഗ്രാഫ് വരക്കാൻ വേണ്ടത് ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും ഇങ്ങനെ ആയാൽ അർത്ഥം വെലോസിറ്റി എന്താണ്? വെലോസിറ്റി യൂണിഫോം ആണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടോ, ഡിസ്പ്ലേസ്മെൻറ്റ് ഒരേ ഓർഡറിൽ ചേഞ്ച് ആവുക. ഇതാ 2, 4, 6, 8 അങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരേ ഓർഡറിൽ ഇങ്ങനെ ചേഞ്ച് ആവും. 2, 4, 6, 8 അങ്ങനെ ഒരേ ഓർഡറിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായാൽ? ചേഞ്ച് ആയാൽ, ഒരേ ഓർഡറിൽ ഇങ്ങനെ ചേഞ്ച് ആയാൽ വെലോസിറ്റി എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തൊക്കെയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ എഴുതുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് 2 മീറ്റർ, 4 മീറ്റർ, 6 മീറ്റർ ഇങ്ങനെയൊക്കെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ടൈം 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്. 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ് ഇങ്ങനെ എടുത്തു. ടൈം 1 ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 2. ടൈം 1 ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 2. അപ്പോൾ ഇവിടെയാണ് പോയിന്റ്. ടൈം 1 ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 2. ടൈം 2 ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 4. ടൈം 2 ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 4. ഇവിടെയാണ് പോയിന്റ്. ടൈം 3 ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 6. ടൈം 3 ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 6. ഇവിടെയാണ് പോയിന്റ്. ടൈം 3 ആകുമ്പോൾ ഇത് 6 ആണ്. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ജോയിൻ ചെയ്താൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഗ്രാഫ്. അപ്പോൾ എന്താണെങ്കിൽ യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെയാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് ഒന്നും ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ഈ വാല്യൂസ് ഒന്നും ഇടണ്ട കേട്ടോ. ഇത് ഞാൻ അങ്ങനെ കിട്ടിയതെന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ഗ്രാഫ് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെയാണ്. എന്താണെങ്കിൽ യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെയാണ് കിട്ടിയത്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്. യൂണിഫോം വെലോസിറ്റിയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെയാണ്.
ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഹാവിങ് എ സ്ലോപ്പ്, ഇതിനൊരു സ്ലോപ്പ് ഉണ്ട് അല്ലേ, സ്ലോപ്പ് ഉണ്ട്, ഇതിങ്ങനെയാണല്ലോ ഉള്ളത്. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഹാവിങ് എ സ്ലോപ്പാണ്. നേരത്തെ ഒബ്ജക്റ്റ് എന്തിലായിരുന്നു? റെസ്റ്റിലായിരുന്നു. ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെയായിരുന്നു അല്ലേ, റെസ്റ്റിലാണെങ്കിൽ ഇങ്ങനെയായിരുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെയായിരുന്നു റെസ്റ്റിലാണെങ്കിൽ. ഓക്കെ, ഇപ്പോൾ യൂണിഫോം വെലോസിറ്റി, യൂണിഫോം ഓരോ കേസിൽ കിട്ടുന്ന ഗ്രാഫ് മാറി മാറി വരിക ശ്രദ്ധിക്കണം. യൂണിഫോം വെലോസിറ്റി ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെയാണുള്ളത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കാണാൻ പോവാണ്. സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്. സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്. സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്. എന്താ ഈ സ്ലോപ്പ് കാണുക എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഇതൊക്കെയാണ് ഈ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ്, ശ്രദ്ധിക്കണം. സ്ലോപ്പ് കാണുമെന്ന് വെച്ചാൽ നിങ്ങളിവിടെ ഇതാണല്ലോ നമ്മുടെ ഗ്രാഫ്, ഈ കിട്ടിയതാണ് നമ്മുടെ ഗ്രാഫ്. ഏത് കേസിൽ? യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇനി സ്ലോപ്പ് കാണുക എന്ന് വെച്ചാൽ അർത്ഥം, ഈ ആംഗിൾ നിങ്ങൾ തീറ്റ എന്നെടുത്തു, തീറ്റ, എന്നിട്ട് ടാൻ തീറ്റ കാണാം. ടാൻ തീറ്റനെയാണ് നിങ്ങൾ സ്ലോപ്പ് എന്ന് വിളിക്കുന്നത്. ടാൻ തീറ്റ, സൈൻ തീറ്റ, കോസ് തീറ്റ എന്നൊക്കെ കേട്ടില്ല. ടാൻ തീറ്റ കണ്ടുപിടിച്ചു. ടാൻ തീറ്റയുടെ പേരാണ് സ്ലോപ്പ്, ടാൻ തീറ്റ. അപ്പോൾ ടാൻ തീറ്റ എങ്ങനെയാണ്? ടാൻ തീറ്റ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ടാൻ തീറ്റ എങ്ങനെ കാണും? ഇവിടെ നിങ്ങളൊരു ട്രയാങ്കിൾ ഫോം ചെയ്യുക. തീറ്റ എക്സ് ആക്സിസുമായിട്ട് എടുക്കുക കേട്ടോ, എക്സ് ആക്സിസുമായിട്ട് ആംഗിൾ എടുക്കുക തീറ്റ. ടാൻ തീറ്റ എന്ന് വെച്ചാൽ അപ്പം സ്ലോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ടാൻ തീറ്റ കണ്ടുപിടിക്കലാണ്. ഓക്കെ, അപ്പോൾ ടാൻ തീറ്റ എന്ത് വരും? ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇതല്ല, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇത് വരും. അപ്പോൾ ഇങ്ങോട്ട് എടുത്താൽ ഇവിടെയുള്ളത് ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ. അപ്പോൾ ഇത് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓപ്പോസിറ്റ് സൈഡ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഇതാണ്. ഇവിടെയുള്ളത് ആരാണ്? ടൈമാണ്. അപ്പോൾ ഇത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഇത് ടൈമാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം വരും. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്താണ്? വെലോസിറ്റി. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് വെച്ചാൽ വെലോസിറ്റിയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് വെച്ചാൽ വെലോസിറ്റിയാണ്. ഓക്കെ, ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് വെച്ചാൽ വെലോസിറ്റിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്നാ? സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ് വെലോസിറ്റി. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ബൈ ഹാർട്ട് ആയിരിക്കണം. സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ് വെലോസിറ്റി. ഇനി സ്ലോപ്പ് കാണുക എന്ന് വെച്ചാൽ അർത്ഥം ടാൻ തീറ്റ കാണുക. അപ്പോൾ വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ്. ബൈ ഹാർട്ട് ആയിരിക്കണം. സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ് വെലോസിറ്റി. സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഈക്വൽ ടു വെലോസിറ്റി. ഇനി സ്ലോപ്പ് കാണുക എന്ന് വെച്ചാൽ അർത്ഥം ടാൻ തീറ്റ കാണുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നു, ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നു. എന്നിട്ട് ഈ ആംഗിൾ 60 ഡിഗ്രിയും തന്നു. അപ്പോൾ ഗ്രാഫ് തന്നാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എന്ത് ഗ്രാഫാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് അല്ലെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഈ ആംഗിൾ നിങ്ങൾക്ക് 60 ഡിഗ്രിയും തന്നു. എന്നിട്ട് നിങ്ങളോട് പറയുന്നു ഫൈൻഡ് വെലോസിറ്റി കാണാൻ പറഞ്ഞു. നമ്മൾ പഠിച്ച റിസൾട്ട് എന്നാ? വെലോസിറ്റി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്. അപ്പോൾ ആദ്യം നിങ്ങളിത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ആണെന്ന് നോക്കണേ, പേര് നോക്കണം, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി ഈക്വൽ ടു സ്ലോപ്പാണ്. ഇനി സ്ലോപ്പ് എന്ന് വെച്ചാൽ എന്നാ? ടാൻ തീറ്റയാണ്. അപ്പോൾ വെലോസിറ്റി ഈക്വൽ ടു ടാൻ തീറ്റ തീറ്റയാണ് 60 ഡിഗ്രി. അപ്പോൾ ടാൻ 60 ഡിഗ്രി. ടാൻ 60 ഡിഗ്രീൻ്റെ എല്ലാം വാല്യൂസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ടാൻ 60 എന്ന് പറഞ്ഞാൽ √3 ആണ് അല്ലേ. ടാൻ 60 എന്ന് പറഞ്ഞാൽ √3 ആണ് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി √3. വെലോസിറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ √3 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി. ഇങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് തന്നാൽ ഇങ്ങനെയാണ് വെലോസിറ്റി കാണുക. മനസ്സിലായോ? ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൽ നിന്ന് ഇങ്ങനെയാണ് വെലോസിറ്റി കാണുക. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൽ നിന്ന് വെലോസിറ്റി ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി വേറെ രൂപത്തിൽ പറഞ്ഞാൽ
വേറെ രൂപത്തിൽ ഇവിടെ ഗ്രാഫ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് അല്ലേ? ഇതെന്ത് ഗ്രാഫാണ് നമ്മൾ വരച്ച? ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് അല്ലേ വരച്ചേ? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ യു ഇനീഷ്യൽ വെലോസിറ്റി യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഇവിടെ നമ്മളെ കേസ് എന്താണ്? യൂണിഫോം വെലോസിറ്റി ആണ് അല്ലേ? യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ എന്താണ്? 0 ആണ്. യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ യൂണിഫോം വെലോസിറ്റി ആകുമ്പോൾ അല്ലേ ഈ ഗ്രാഫ് അല്ലേ? യൂണിഫോം വെലോസിറ്റി ആകുമ്പോൾ ആക്സലറേഷൻ 0 ആണ്. അപ്പോൾ ആക്സലറേഷൻ 0 ആണ്. യൂണിഫോം വെലോസിറ്റി ആകുമ്പോൾ ആക്സലറേഷൻ 0 ആണ്. അപ്പോൾ ഈ ടേം 0 ആണ്. യൂണിഫോം വെലോസിറ്റി ആകുമ്പോൾ ആക്സലറേഷൻ 0 ആണ്. അപ്പോൾ ആക്സലറേഷൻ 0 ആയതുകൊണ്ട് ഈ ടേം 0. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ യു ടി എന്ന് വരും. അതിൻ്റെ അർത്ഥം ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊപ്പോർഷണൽ ടു ടി ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊപ്പോർഷണൽ ടു ടി ആണ്. അപ്പോൾ ഇത് ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊപ്പോർഷണൽ ടു ടി ആണ്. ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഗ്രാഫ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓർമ്മിച്ചോ? ഇപ്പോൾ എയും ബിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി ആണ്. എ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി ആണെങ്കിൽ എയും ബിയും തമ്മിലുള്ള ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇങ്ങനെയുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ആക്സലറേഷൻ 0 ആയതുകൊണ്ട് ഇത് 0 ആയതുകൊണ്ട് ഈ ടേം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈമാണ്. അങ്ങനെ വന്നാൽ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സ്ട്രെയിറ്റ് ലൈൻ തന്നെ വേണമെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ ആയിക്കൂടെ? ഇങ്ങനെ വന്നൂടെ ഗ്രാഫ്? ഓക്കെ, ഗ്രാഫ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ആയിക്കഴിഞ്ഞാലേ നിങ്ങളെങ്ങനെ സ്ലോപ്പ് കാണും? സ്ലോപ്പ് എങ്ങനെ കാണും? സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഗ്രാഫ് തുടങ്ങി വിടുന്നല്ലേ. അപ്പം നിങ്ങളിങ്ങനെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യണം. ട്രയാങ്കിൾ ഫോം ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ തീറ്റ എടുത്തു. ഇവിടെ ഞാൻ 10 മീറ്റർ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ? ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് ഇവിടെ ഞാൻ 10 മീറ്റർ എഴുതി, ഇവിടെ 6 മീറ്റർ എഴുതി. ഓക്കെ, ഇവിടെ ഞാൻ 2, ഇവിടെ 4 എന്ന് എഴുതി. വിചാരിക്കും ടൈം 2 സെക്കൻഡ് 4 സെക്കൻഡ് എന്ന് എഴുതി. സ്ലോപ്പ് എങ്ങനെ കാണും? സ്ലോപ്പ് എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളെങ്ങനെയാണ് സ്ലോപ്പ് കാണുക? സ്ലോപ്പ് എന്ന് വെച്ചാൽ ടാൻ തീറ്റ അല്ലേ? ടാൻ തീറ്റ. ഇവിടെ 10 എഴുതി. അപ്പോൾ ഇത് 10 മീറ്റർ, ഇത് 6 മീറ്റർ. ഇങ്ങനെയാണ് 10 മീറ്റർ, ഇത് 6 മീറ്റർ എന്നാണ് മീനിങ് അല്ലേ? അപ്പോൾ ടാൻ തീറ്റ കാണുമ്പോൾ നിങ്ങൾ ഗ്രാഫിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെയല്ലേ? സ്റ്റാർട്ടിങ് ഇവിടെ, എൻഡിങ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ഇവിടെയല്ലേ വരുന്നത്? സ്റ്റാർട്ടിങ് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ മുതൽ ഇവിടെ വരെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരിക, ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണേണ്ട ഫോമുല എന്നാ x2 - x1. സ്റ്റാർട്ടിങ് ഇവിടെ ആയതുകൊണ്ട് എൻഡിങ് ഇവിടെ ആയതുകൊണ്ട് x2 - x1 എടുക്കണം. x2 - x1 എന്ന് പറയുമ്പോൾ ഇത് മൈനസ് ഇതെടുക്കണം. ഫൈനൽ മൈനസ് ഇനീഷ്യൽ, അങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരിക. ഇപ്പോൾ ഗ്രാഫ് ഇങ്ങനെയാകുമ്പോൾ എന്താ വരിക? ഇതാണ് ഇനീഷ്യൽ, ഈ പോയിന്റ് ഇനീഷ്യൽ, ഈ പോയിന്റ് ഫൈനൽ. അപ്പോൾ ഇത് ഫൈനൽ മൈനസ് ഇനീഷ്യൽ അങ്ങനെ വരിക. ഇവിടെ ഗ്രാഫ് നേരെ തിരിഞ്ഞ് ഇങ്ങനെയാണുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ ഇതാണ് ഇനീഷ്യൽ, ഇതാണ് ഫൈനൽ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ നിങ്ങൾ എന്താ ചെയ്യണം? ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ ഇത് മൈനസ് ഇതെടുക്കണം. അപ്പോൾ 6 ഇവിടെ ഇതല്ലേ വരിക? 10 മുതൽ 6 വരെ. 10 മുതൽ 6 വരെ എത്രയാണ്? ഇത് 4 അല്ലേ വരിക? 4. പക്ഷേ നിങ്ങൾ എടുക്കുമ്പോൾ ഇത് ഫൈനൽ മൈനസ് ഇനീഷ്യൽ എടുക്കണം എപ്പോഴും. അപ്പോൾ 6 - 10 ആ വരിക. 6 - 10 എത്രയാണ്? -4 ആ വരിക. -4. ഇതാണ് ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? ടാൻ തീറ്റ അല്ലേ? ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഇതല്ലേ തീറ്റ? ടാൻ തീറ്റ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇതാണ് അഡ്ജസൻറ്റ് സൈഡ്. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഇതാണ്. ഇതാണ് ഇനീഷ്യൽ പോയിന്റ് 2. ഗ്രാഫ് അവസാനിക്കുന്ന ഇവിടെയാണ്. ഇതാണ് ഫൈനൽ പോയിന്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് 2, ഇത് 4 ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ എത്രയാണ്?
2 മുതൽ 4 വരെ 2. അപ്പോൾ ഞാൻ പറഞ്ഞു ഫൈനൽ മൈനസ് ഇനീഷ്യൽ എടുക്കണം. ഇപ്പോൾ ഇനീഷ്യൽ ഏതാ? ഇനീഷ്യൽ പോയിന്റ് ഇതല്ലേ? അപ്പോൾ ഇനീഷ്യലാണ് 2, ഫൈനലി 4. അപ്പോൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ, അപ്പോൾ 4 മൈനസ് 2, ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഇവിടെ ഇതാണ് തുടങ്ങിയത്, ഇവിടെ മുതൽ ഇവിടെ വരെ. അപ്പോൾ ഈ സൈഡ് എടുക്കുമ്പോൾ ഫൈനൽ ഏതാ? ഇതാ വരിക, കാരണം ഈ ഗ്രാഫ് ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ. 6 മൈനസ് 10 എടുക്കണം ഈ സൈഡ്, 6 മൈനസ് 10 മൈനസ് 4. ഈ സൈഡ് എടുക്കുമ്പോൾ ഇതാ ഇനീഷ്യൽ 2, ഫൈനൽ 4. അപ്പോൾ 4 മൈനസ് 2 എന്ന് പറഞ്ഞാൽ -2. ഓക്കെ, സ്ലോപ്പ് എന്ന് വെച്ചാൽ വെലോസിറ്റി അല്ലേ? സ്ലോപ്പ് എന്ന് വെച്ചാൽ വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി എത്രയാണ്? -2 മീറ്റർ പെർ സെക്കൻഡാണ് വെലോസിറ്റി വരിക. എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്, എക്സ് എന്ന് എഴുതാം, XT ഗ്രാഫ്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാലും ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാലും ശരി, ഇങ്ങനെ വന്നാലും ശരി, രണ്ട് കേസും ഗ്രാഫ് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? ഇങ്ങനെയുള്ള സ്ട്രെയിറ്റ് ലൈൻ അല്ലേ കിട്ടുന്നത് അല്ലേ? രണ്ട് കേസിലും യൂണിഫോം വെലോസിറ്റിയാണ്. രണ്ട് കേസിലും യൂണിഫോം വെലോസിറ്റിയാണ്. യൂണിഫോം വെലോസിറ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ് ഇതും സ്ട്രെയിറ്റ് ലൈൻ, കാരണം ഇതുപോലത്തെ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് തന്നെയല്ലേ അതും. പക്ഷേ ഈ കേസിൽ, അപ്പോൾ രണ്ട് കേസിലും എന്താണ്? യൂണിഫോം വെലോസിറ്റിയാണ്. രണ്ട് കേസിലും യൂണിഫോം വെലോസിറ്റി, ഈ കേസിലും യൂണിഫോം വെലോസിറ്റിയാണ്. ഓക്കെ, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാലും യൂണിഫോം വെലോസിറ്റിയാണ്. പക്ഷേ ഈ കേസിൽ വെലോസിറ്റി പോസിറ്റീവ്. ഇനി വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? സ്ലോപ്പാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഗ്രാഫ് ഇങ്ങനെ വന്നാൽ, ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് ഗ്രാഫ് ഇങ്ങനെ വന്നാൽ സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. സ്ലോപ്പ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അർത്ഥം വെലോസിറ്റി പോസിറ്റീവ് ആയിരിക്കും. ഗ്രാഫ് ഇങ്ങനെ വന്നാൽ പോസിറ്റീവ് ആയിരിക്കും, സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ് എന്തെന്ന്? വെലോസിറ്റി. സ്ലോപ്പ് പോസിറ്റീവ് മീൻസ് വെലോസിറ്റി പോസിറ്റീവ് ആയിരിക്കും. ഗ്രാഫ് ഇങ്ങനെ ഇവിടുന്ന് താഴോട്ടേക്ക് ഇങ്ങനെ വന്നാൽ സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. സ്ലോപ്പാണ് വെലോസിറ്റി, അപ്പോൾ വെലോസിറ്റി നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് അത് പോസിറ്റീവ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ വരും. വെലോസിറ്റി നെഗറ്റീവ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഇങ്ങനെ വന്നാലാണ് സ്ലോപ്പ് നെഗറ്റീവ് ആവുക. ഗ്രാഫ് താഴോട്ടേക്ക് വേണം, ഗ്രാഫ് താഴോട്ടേക്ക് ഇങ്ങനെ വരുമ്പോഴാണ് സ്ലോപ്പ് നെഗറ്റീവ് ആവുക, വെലോസിറ്റി നെഗറ്റീവ് ആവുക. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം 3 ഗ്രാഫ് പഠിച്ചു. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് 3 കേസ് പഠിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ, ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇവിടെ ടൈം. ഗ്രാഫ് ഇങ്ങനെ വന്നാൽ അർത്ഥം ഒബ്ജക്റ്റ് റെസ്റ്റ്. ഇങ്ങനെ വന്നാൽ സ്ലോപ്പ് 0. ഗ്രാഫ് ഇങ്ങനെ വന്നാലാണ് സ്ലോപ്പ് 0. സ്ലോപ്പാണ് വെലോസിറ്റി, അപ്പോൾ വെലോസിറ്റി 0. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി 0. ഗ്രാഫ് ഇങ്ങനെ വന്നാൽ എപ്പോൾ സ്ലോപ്പ് 0 ആയിരിക്കും. സ്ലോപ്പ് 0 മീൻസ് വെലോസിറ്റി 0. വെലോസിറ്റി 0 എന്ന് പറഞ്ഞാൽ റെസ്റ്റ്. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ വന്നാൽ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്, സ്ലോപ്പ് 0 ആണ്, ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. ഗ്രാഫ് ഇങ്ങനെ വന്നാൽ യൂണിഫോം വെലോസിറ്റി, ഇങ്ങനെ വന്നാലും യൂണിഫോം വെലോസിറ്റി. പക്ഷേ ഇങ്ങനെ വന്നാൽ വെലോസിറ്റി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് പോസിറ്റീവ്. അപ്പോൾ യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റി. ഈ കേസിൽ വെലോസിറ്റി നെഗറ്റീവ്, യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റി. ഗ്രാഫ് ഇങ്ങനെ വന്നാൽ പോസിറ്റീവ് വെലോസിറ്റി, ഇങ്ങനെ വന്നാൽ നെഗറ്റീവ് വെലോസിറ്റി. ഗ്രാഫ് ഇങ്ങനെ വന്നാൽ ഒബ്ജക്റ്റ് എന്തിലാണ്? റെസ്റ്റിലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഫോർ എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ. യൂണിഫോം ആക്സലറേഷൻ ആണ്. യൂണിഫോം ആക്സലറേഷൻ എന്ന് വെച്ചാൽ യൂണിഫോം ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ ഉണ്ടാവുന്ന അർത്ഥം എന്താ? വെലോസിറ്റി എന്താവണം? ചേഞ്ച് ആവണം. യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഒരേപോലെ എന്താവണം? ചേഞ്ച് ആവണം. നമ്മൾ വരക്കാൻ പോകുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് അല്ലേ? യൂണിഫോം ആക്സലറേഷൻ ആണ് അർത്ഥം വെലോസിറ്റി ഒരേ ഓർഡറിൽ. യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഒരേ ഓർഡറിൽ ഇങ്ങനെ ഇൻക്രീസ് ആവണം. വെലോസിറ്റി. പക്ഷെ നമ്മൾ വരക്കുന്നത് ഏത് ഗ്രാഫാ? ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ് വരക്കുന്നത്. ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം അല്ലേ വേണ്ടേ? ടൈം 1 സെക്കൻഡ് ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 2 മീറ്റർ. ഓക്കെ, ടൈം 2 സെക്കൻഡ് ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 8 മീറ്റർ.
ടൈം 3 സെക്കൻഡ് ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 18 മീറ്റർ വിചാരിക്കും. നിങ്ങളൊന്ന് വെലോസിറ്റി കാണൂ. ഇത് ഡിസ്പ്ലേസ്മെൻറ്റ്, ഇത് ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം. ഓക്കെ, വെലോസിറ്റി എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ 2/1 2, 2/1 2, വെലോസിറ്റി 2. വെലോസിറ്റിയാണ് കാണുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അടുത്ത ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം 8/2 4, 8/2 4 മീറ്റർ പെർ സെക്കൻഡ് വരും. ഇവിടെ 2 മീറ്റർ പെർ സെക്കൻഡ് വരും. അടുത്ത വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം 18/3 6 മീറ്റർ പെർ സെക്കൻഡ് വരും. അപ്പോൾ വെലോസിറ്റി കണ്ടോ, വെലോസിറ്റി 2 4 6, അടുത്ത 8. അപ്പോൾ വെലോസിറ്റി കണ്ടോ, വെലോസിറ്റി യൂണിഫോമായി, വെലോസിറ്റി ഒരേപോലെ ഇങ്ങനെ എന്താവുന്നു, ഇൻക്രീസ് ആവും. വെലോസിറ്റി ഒരേപോലെ ഇൻക്രീസ് ആവുന്നു. വെലോസിറ്റി ഒരേപോലെ ഇൻക്രീസ് ആകുന്നതാണ് യൂണിഫോം ആക്സലറേഷൻ. അങ്ങനെയല്ലേ പഠിച്ചേ? വെലോസിറ്റി ഒരേപോലെ ഇൻക്രീസ് ആവുന്നതാണ് യൂണിഫോം ആക്സലറേഷൻ. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾ പ്രകാരം നമുക്ക് എന്ത് മനസ്സിലായി? ഈ എക്സാമ്പിൾ പ്രകാരം വെലോസിറ്റി ഒരേപോലെ ഇൻക്രീസ് ആകുമെന്ന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ അർത്ഥം യൂണിഫോം ആക്സലറേഷൻ ആണെന്ന് മനസ്സിലായി. ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് വരക്കാം. ടൈം എങ്ങനെയാണല്ലേ? ടൈം 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് ആണ് ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കൂ, 2 മീറ്റർ 8 മീറ്റർ 18 മീറ്റർ അങ്ങനെയല്ലേ? 2 4 6 8 10 12 14 16 18 മീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ്. ടൈം 1 ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 2. ടൈം 1 ആകുമ്പോൾ ടൈം 1 ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 2 കണ്ടോ. ടൈം 2 ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 8. ടൈം 2 ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 8. ടൈം 3 ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 18. ടൈം 3 ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 18. അപ്പോൾ ഇങ്ങനെ വരും. ഈ പോയിൻറ്റ്സ് എല്ലാം യോജിപ്പിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഗ്രാഫാണ് കിട്ടുക. ഇങ്ങനെ കിട്ടും. ശരിക്കും ഒരു ഗ്രാഫ് പേപ്പർ എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് ഇങ്ങനെ വരും. ഈ ഷേപ്പിനെ നിങ്ങൾ പരാബോള എന്ന് പറയും. പരാബോള. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് പരാബോളയാണ്. യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് പരാബോളയാണ്. അപ്പോൾ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഗ്രാഫ് എങ്ങനെ കിട്ടി? ഗ്രാഫ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് നമുക്കിങ്ങനെ കിട്ടി. പരാബോള ഷേപ്പ് കിട്ടി. അപ്പോൾ ഈ ഷേപ്പിനെ നമ്മൾ പരാബോള എന്ന് പറയും. പരാബോളയാണെന്ന് നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ പ്രൂവ് ചെയ്യാമെന്നോ? പരാബോളയാണെന്ന്. ഇതിപ്പോൾ യൂണിഫോം ആക്സലറേഷൻ അല്ലേ? അപ്പോൾ S = ut + ½ at². ഇവിടെ ആക്സലറേഷൻ 0 അല്ല. ആക്സലറേഷൻ അപ്പോൾ 0 ആവുക. ആക്സലറേഷൻ 0 ആവണമെങ്കിൽ യൂണിഫോം വെലോസിറ്റി ആയിരിക്കണം. ഇത് യൂണിഫോം ആക്സലറേഷനാണ്. അതിൻ്റെ അർത്ഥം ആക്സലറേഷൻ യൂണിഫോമാണ്. ആക്സലറേഷൻ ഉണ്ട്. യൂണിഫോം വെലോസിറ്റി ആയാലാണ് ആക്സലറേഷൻ 0. ഇത് യൂണിഫോം ആക്സലറേഷനാണ്. അതിൻ്റെ അർത്ഥം ആക്സലറേഷൻ ഉണ്ട്, ആക്സലറേഷൻ 0 അല്ല. തൽക്കാലം നിങ്ങൾ ഇനീഷ്യൽ വെലോസിറ്റി 0 എന്നായിരിക്കും. ഒബ്ജക്റ്റ് തുടങ്ങുന്ന റെസ്റ്റ് എന്താണെന്നായിരിക്കും? റെസ്റ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് റെസ്റ്റ് ആണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 0. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് = ½ at² അല്ലേ വരിക? ഇനീഷ്യൽ വെലോസിറ്റി 0 ആയാലും. അപ്പോൾ ആക്സലറേഷൻ എന്താണ്? ആക്സലറേഷൻ യൂണിഫോമാണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊപ്പോർഷണൽ ടു t² അല്ലേ വരിക? ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊപ്പോർഷണൽ ടു t². ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊപ്പോർഷണൽ ടു t ആണ് ഞാൻ എന്നാ പറഞ്ഞത്. അതാണ് നേരത്തെ കേസ്, ഇതിനെ മുന്നേ ചെയ്ത കേസ്. ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊപ്പോർഷണൽ ടു t ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും തമ്മിലുള്ള ഗ്രാഫ് പ്രൊപ്പോർഷണൽ ടു t. ഇവർ തമ്മിൽ പ്രൊപ്പോർഷണൽ ഇങ്ങനെ പ്രൊപ്പോർഷണലായിട്ട് വന്നാൽ ലീനിയർലി പ്രൊപ്പോർഷണൽ എന്ന് പറയും. പ്രൊപ്പോർഷണൽ ടു t ആകുമ്പോൾ ലീനിയർലി പ്രൊപ്പോർഷണൽ എന്ന് പറയും. ആ കേസിൽ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനാണ്. കാരണം നേരത്തെ ആക്സലറേഷൻ ആയിരുന്നു 0 നേരത്തെ സിറ്റുവേഷനിൽ. കാരണം യൂണിഫോം വെലോസിറ്റി ആയിരുന്നു. യൂണിഫോം വെലോസിറ്റി ആകുമ്പോൾ ആക്സലറേഷൻ ആണ് 0. അപ്പോൾ ഇത് 0 ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊപ്പോർഷണൽ ടു t വരും. അങ്ങനെ വരുമ്പോൾ പ്രൊപ്പോർഷണൽ ടു t വരുമ്പോഴാണ് ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ. ഈ കേസിൽ യൂണിഫോം ആക്സലറേഷൻ ആണ്. അപ്പോൾ ആക്സലറേഷൻ എന്തല്ല? 0 അല്ല. ആക്സലറേഷൻ 0 അല്ല. അപ്പോൾ ഇത് 0 അല്ല. ഈ ടേം 0 അല്ല. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊപ്പോർഷണൽ ടു എന്താ വരുന്നത്? t².
അങ്ങനെ പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ വന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും തമ്മിലുള്ള ഗ്രാഫ് പരാബോള ആയിരിക്കും. ടി സ്ക്വയർ വന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും തമ്മിൽ, അപ്പോൾ പ്രൊപ്പോർഷണൽ ടു ടി ആണെങ്കിൽ ഗ്രാഫ് ഇവർ തമ്മിൽ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും, ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും തമ്മിൽ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ വന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും തമ്മിൽ ഗ്രാഫിൻ്റെ ഷേപ്പ് പരാബോള ആയിരിക്കും. അപ്പോൾ യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഈസ് എ പരാബോള. ഓക്കെ, ഗ്രാഫിൽ നമ്മൾ 2 പോയിന്റ് എടുക്കുന്നു. 2 പോയിന്റ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇത് യൂണിഫോം ആക്സലറേഷൻ അല്ലേ? യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞ അർത്ഥം, യൂണിഫോം ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഇങ്ങനെ എന്താവും, വെലോസിറ്റി ഒരേപോലെ എന്താവും, ഒരേപോലെ ഇങ്ങനെ ഇൻക്രീസ് ആയി വരില്ലേ? വെലോസിറ്റി ഒരേപോലെ ഇൻക്രീസ് ആയി വരുന്ന കേസല്ലേ യൂണിഫോം ആക്സലറേഷൻ അല്ലേ? അപ്പോൾ വെലോസിറ്റി ഇങ്ങനെ ഒരേപോലെ ചേഞ്ചിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏവറേജ് വെലോസിറ്റി കാണണം. അപ്പോൾ നിങ്ങൾ എന്ത് വെച്ചാൽ ഈ പോയിന്റിൻ്റെയും P1 എന്ന് പറയുന്ന പോയിന്റിൻ്റെയും P2 എന്ന് പറയുന്ന പോയിന്റിൻ്റെയും ഇടയിലുള്ള, കാരണം വെലോസിറ്റി യൂണിഫോം ആക്സലറേഷൻ ആയതുകൊണ്ട് വെലോസിറ്റി ഇങ്ങനെ എന്താകുന്നുണ്ട്, ചേഞ്ച് ആവുന്നുണ്ട്. വെലോസിറ്റി ഇങ്ങനെ ചേഞ്ച് ആവുന്നതുകൊണ്ട് നമ്മൾ ഏവറേജ് വെലോസിറ്റി കാണുന്നു. എന്ത് കാണുന്നു? ഏവറേജ് വെലോസിറ്റി. ഈ 2 പോയിന്റിൻ്റെ ഇടയിലുള്ള ഏവറേജ് വെലോസിറ്റി. കാരണം ഓരോ പോയിന്റിൽ ഓരോ വെലോസിറ്റി ആയിരിക്കും. കാരണം ആക്സലറേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇങ്ങനെ ചേഞ്ച് ആവുമല്ലോ. അപ്പോൾ ഓരോന്നിലും ഓരോ വെലോസിറ്റി ആയിരിക്കും. വെലോസിറ്റി ഇങ്ങനെ ചേഞ്ച് ആവും. അപ്പോൾ ഈ 2 പോയിന്റിൻ്റെ ഇടയിലുള്ള ഏവറേജ് വെലോസിറ്റി കാണണം. ഏവറേജ് വെലോസിറ്റി കാണാൻ നിങ്ങൾ ഈ 2 പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാം. ചെയ്തിട്ട് സ്ലോപ്പ് കാണാം എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ കാണാം. അപ്പോൾ സ്ലോപ്പ് കണ്ടാൽ ഇവിടുന്ന് ഗ്രാഫിങ് ഇവിടുന്ന് അങ്ങോട്ടല്ലേ പോയെ, ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്കാണ് പോയത്. നേരത്തെ ഞാൻ പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ടേക്കാണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. നേരെ തിരിച്ച് ഇങ്ങനെ വരുമ്പോഴാണ് സ്ലോപ്പ് എന്താവുക, നെഗറ്റീവ് ആവുക. ഇത് ഇങ്ങോട്ടാണ്, അപ്പോൾ സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ സ്ലോപ്പ് കാണാം. സ്ലോപ്പ് എങ്ങനെയാണ്? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്, ഈ സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ടാൻ തീറ്റ അല്ലേ കാണുന്നത്? സ്ലോപ്പ് എന്ന് വെച്ചാൽ ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഈ സൈഡ് ബൈ ഈ സൈഡാണ് വരിക. ഈ സൈഡ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇവിടെ ഞാൻ x1 എഴുതി, ഇവിടെ ഇതിൻ്റെ നേരെ x2 എഴുതി. ഇങ്ങനെ എഴുതി അർത്ഥം എന്നാൽ ഇവിടെ മുതൽ ഇവിടെ വരെ x1, ഇവിടെ മുതൽ ഇവിടെ വരെ x2, എല്ലാം അളക്കേണ്ടത് ഒറിജിൻ മുതലാണ് മെഷർ ചെയ്യുക. അപ്പോൾ ഇത് x1, ഇത് x2. അപ്പോൾ ഇതെത്ര വരും? ഇത് വരിക ഫൈനൽ മൈനസ് ഇനീഷ്യൽ അല്ലേ? ഞാൻ പറഞ്ഞു ഈ സൈഡ് എടുക്കുമ്പോൾ ഇപ്പോൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ എടുക്കണം. ഫൈനൽ മൈനസ് ഇനീഷ്യൽ ഗ്രാഫ് ഇവിടുന്ന് അങ്ങോട്ടല്ലേ പോയത്? ഇവിടുന്ന് അങ്ങോട്ട് പോയാലർത്ഥം ഇത് ഇനീഷ്യൽ, ഇത് ഫൈനൽ, ഇത് ഫൈനൽ. അപ്പോൾ ഫൈനൽ എത്രയാണ്? x2, ഇത് ഇനീഷ്യൽ x1. അപ്പോൾ ഇതാ ഈ സൈഡ് x2, ഈ സൈഡ് x1. അപ്പോൾ ഇത് എത്രയാണ് വരിക? ഇത് x2, ഇത് x1 ആകുമ്പോൾ ഇത് x2 മൈനസ് x1. അപ്പോൾ ഈ സൈഡ് x2 മൈനസ് x1 ഡിവൈഡ് ബൈ ഈ സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇവിടെ T1 എഴുതി, ഇവിടെ T2 എഴുതി. അപ്പോൾ ഇവിടെ ഗ്രാഫ് ഇവിടുന്ന് അങ്ങോട്ടാണ് പോയത്. അപ്പോൾ ഈ സൈഡ് വരിക ഇവിടുന്ന് അങ്ങോട്ടല്ലേ? അപ്പോൾ ഫൈനൽ ഇത് ഇനീഷ്യൽ, ഇത് ഫൈനൽ, അങ്ങനെയാണ്. അപ്പോൾ ഈ സൈഡ് വരിക ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഇത് x2, ഇത് x1. അപ്പോൾ ഇത് x2 മൈനസ് x1. അതുപോലെ ഇത് T1, ഒറിജിൻ മുതലാണ് അളക്കേണ്ടത്. അപ്പോൾ ഇതാണ് T1, ഇവിടെ T2. അപ്പോൾ ഇതെന്ത് വരും? T2 മൈനസ് T1. ഈ സൈഡ് T2 മൈനസ് T1. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഇത്, ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് വരും x2 മൈനസ് x1, അങ്ങനെ എടുക്കേണ്ടത്. x2 മൈനസ് x1. ഈ സൈഡോ ഇവിടെ T2 മൈനസ് T1, ഇങ്ങനെയാണ്. ഇത് T2, ഇത് T1. അപ്പോൾ T2 മൈനസ് T1. അപ്പോൾ x2 മൈനസ് x1 ഡിവൈഡ് ബൈ T2 മൈനസ് T1. ഇതാണ് സ്ലോപ്പ്. നമ്മൾ പഠിച്ചു സ്ലോപ്പാണ് വെലോസിറ്റി അല്ലേ? ഇതേത് ഗ്രാഫ്? ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് വെലോസിറ്റി. ഈ വെലോസിറ്റിയാണ് ഏവറേജ് വെലോസിറ്റി. കാരണം ഇവിടെ വെലോസിറ്റി ഇങ്ങനെ ചേഞ്ച് ആവും. കാരണം യൂണിഫോം ആക്സലറേഷൻ ഉണ്ടാവുന്നതാണ് വെലോസിറ്റി ഇങ്ങനെ ചേഞ്ച് ആവും. അപ്പോൾ സ്ലോപ്പ് കണ്ട 2 പോയിന്റ് എടുക്കുക. 2 പോയിന്റ് ജോയിൻ ചെയ്തിട്ട് ടാൻ തീറ്റ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുക. ട്രയാങ്കിൾ ഫോം ചെയ്തിട്ട് തീറ്റ നോട്ട് ചെയ്യുക. എന്നിട്ട് ടാൻ തീറ്റ കാണാം. ടാൻ തീറ്റ ആയിരിക്കും സ്ലോപ്പ്. ആ സ്ലോപ്പാണ് ഏവറേജ് വെലോസിറ്റി. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. റെഡി? ഇനി ഇതിന് പകരം ഇപ്പോൾ യൂണിഫോം ആക്സലറേഷൻ അല്ലേ നമ്മൾ പറഞ്ഞത്? യൂണിഫോം ആക്സലറേഷന് പകരം യൂണിഫോം റിട്ടാർഡേഷൻ പറയും. വിത്ത് യൂണിഫോം റിട്ടാർഡേഷൻ
ഫോർ എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം റിട്ടാർഡേഷൻ. യൂണിഫോം റിട്ടാർഡേഷൻ ആണ്. റിട്ടാർഡേഷൻ ഡീസലറേഷൻ. റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റീൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ ഒരേപോലെ കുറഞ്ഞു വരണം, ഡിക്രീസ് ചെയ്ത് വരണം. വെലോസിറ്റി ഇങ്ങനെ ഒരേപോലെ കുറഞ്ഞു വരണം, ഡിക്രീസ് ചെയ്ത് വരണം. നേരത്തെ യൂണിഫോം ആക്സലറേഷൻ ആണ്. വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒരേപോലെ ഇങ്ങനെ കൂടി വരണം. ഇവിടെ വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ ഒരേപോലെ കുറഞ്ഞു വരണം. വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതാണ് റിട്ടാർഡേഷൻ. അപ്പം നമുക്ക് വരക്കേണ്ടത് ഗ്രാഫ് ഏതാ? ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ്. അപ്പം ഞാനിവിടെ ഡിസ്പ്ലേസ്മെൻ്റ് എടുത്തു, ഇവിടെ ടൈം എടുത്തു. ഡിസ്പ്ലേസ്മെൻറ്റ് ഞാനൊരു 6 മീറ്റർ എടുത്തു, ടൈം 1 സെക്കൻഡ്. ഡിസ്പ്ലേസ്മെൻറ്റ് 10 മീറ്റർ എടുത്തു, ടൈം 2 സെക്കൻഡ്. ഡിസ്പ്ലേസ്മെൻറ്റ് 12 മീറ്റർ എടുത്തു, ടൈം 3 സെക്കൻഡ്. വെലോസിറ്റി എങ്ങനെയാണ്? വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ്, വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ 6/1 ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം 6/1 6 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ 10/2 5 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെയോ 12/3 എന്ന് പറയുമ്പോൾ 4 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നിങ്ങൾ വെലോസിറ്റി നോക്കൂ, വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കൂ. 6 5, അപ്പോൾ 6 5 ആയി, കുറഞ്ഞു. 5 4 ആയി, കുറഞ്ഞു, വീണ്ടും കുറഞ്ഞു. അപ്പോൾ വെലോസിറ്റി ഒരേപോലെ എന്തായി വരുന്നു? 6 5 4 3 അങ്ങനെ ഒരേപോലെ വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ കുറഞ്ഞു വരും. ഇതാണ് യൂണിഫോം റിട്ടാർഡേഷൻ. അപ്പോൾ ഈ എക്സാമ്പിൾ യൂണിഫോം റിട്ടാർഡേഷൻ ആണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് വരക്കേണ്ടത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ്. ഗ്രാഫ് വരക്കാൻ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റും ടൈമാണ് വേണ്ടത്. ഡിസ്പ്ലേസ്മെൻറ്റും ടൈം ഇതാ. ടൈം എത്രയാ? 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് 6 10 12. ഇവിടെ ഞാൻ 2 മീറ്റർ 4 6 മീറ്റർ 8 10 മീറ്റർ 12 മീറ്റർ ഇങ്ങനെ എടുത്തു. ടൈം 1 ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 6. ടൈം 1 ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 6. ടൈം 2 ആകുമ്പോൾ 10. ടൈം 3 ആകുമ്പോൾ 12. ഡിസ്പ്ലേസ്മെൻറ്റ് 12. അപ്പോൾ ഇതൊക്കെയാണ് പോയിൻറ്റ്സ് അല്ലേ. ഇപ്പോൾ ഗ്രാഫ് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഗ്രാഫ് കിട്ടിയാൽ ഇങ്ങനെയാണ്. ഇതാണ് ഷേപ്പ്. നിങ്ങൾ ഈ ഷേപ്പ് മാത്രമേ പഠിക്കണ്ടൂ. അപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് കിട്ടിയിരിക്കുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ ഷേപ്പ് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഗ്രാഫ് ഇങ്ങനെ കിട്ടിയത്. ഷേപ്പ് ഇങ്ങനെ വന്നാലും പരാബോളയാണ്. ഇതും പരാബോളയാണ്. അപ്പോൾ യൂണിഫോം ആക്സലറേഷൻ ആയാലും യൂണിഫോം റിട്ടാർഡേഷൻ ആയാലും ഗ്രാഫിൻ്റെ ഷേപ്പ് എന്താണ്? പരാബോളയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ ഷേപ്പ് എന്താണ്? പരാബോളയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ കുറേ ഗ്രാഫ് വരച്ചു. എന്ത് ഗ്രാഫാണ് വരച്ചത്? ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്. അത് മാറിപ്പോരുത്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാൽ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാൽ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാലും ഇവിടുന്ന് ഇങ്ങനെ വന്നാലും ഈ രണ്ട് കേസിലും വെലോസിറ്റി യൂണിഫോമാണ്. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി യൂണിഫോം എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഇല്ല. പക്ഷേ ഗ്രാഫ് ഇങ്ങനെ വന്നാൽ എന്താ പറഞ്ഞത്? ഗ്രാഫ് ഇവിടുന്ന് താഴ്ന്ന് മുകളിലേക്ക് ഇങ്ങനെ വന്നാൽ അർത്ഥം സ്ലോപ്പ് പോസിറ്റീവാണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ. സ്ലോപ്പ് പോസിറ്റീവ്. സ്ലോപ്പാണ് വെലോസിറ്റി. അപ്പോൾ സ്ലോപ്പ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഗ്രാഫ് ഇങ്ങനെ വന്നാൽ വെലോസിറ്റി പോസിറ്റീവ്. ഗ്രാഫിക് ഇവിടുന്ന് താഴോട്ടേക്ക് ഇവിടുന്ന് താഴോട്ടേക്ക് ഇങ്ങനെ വന്നാൽ അർത്ഥം സ്ലോപ്പ് നെഗറ്റീവാണ്. ഗ്രാഫ് ഇങ്ങനെ താഴോട്ടേക്ക് ആകുമ്പോൾ സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. സ്ലോപ്പാണ് വെലോസിറ്റി, അങ്ങനെ പറയാം. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ കേസിൽ സ്ലോപ്പാണ് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി നെഗറ്റീവാണ്. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ വന്നാൽ വെലോസിറ്റി നെഗറ്റീവ്. ഗ്രാഫ് ഇങ്ങനെ വന്നാൽ രണ്ട് കേസിലും യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഇല്ല. പക്ഷേ ഗ്രാഫ് ഇങ്ങനെ വന്നാൽ വെലോസിറ്റി പോസിറ്റീവ്, സ്ലോപ്പ് പോസിറ്റീവ്. ഇങ്ങനെ വന്നാൽ സ്ലോപ്പ് പോസിറ്റീവ്. സ്ലോപ്പ് മീൻസ് വെലോസിറ്റി. സ്ലോപ്പ് പോസിറ്റീവ് മീൻസ് വെലോസിറ്റി പോസിറ്റീവ്. ഗ്രാഫ് ഇങ്ങനെ വന്നാൽ സ്ലോപ്പ് നെഗറ്റീവ് മീൻസ് വെലോസിറ്റി നെഗറ്റീവ്. ഓക്കെ. പിന്നെ നമ്മൾ പരാബോളേൻ്റെ ഗ്രാഫ് പറഞ്ഞു. ഗ്രാഫ് ഇങ്ങനെ വന്നാൽ ഇവിടുന്ന് ഇങ്ങനെ പരാബോള ഇങ്ങനെ വരിക. ഇങ്ങനെ വന്നാൽ യൂണിഫോം ആക്സലറേഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാൽ യൂണിഫോം ആക്സലറേഷൻ. പിന്നെ നമ്മൾ ലാസ്റ്റ് വരച്ച ഗ്രാഫ് ഇങ്ങനെയാണ്. ഇവിടുന്ന് ഇങ്ങനെ വരിക. ഇങ്ങോട്ട് വരിക. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാൽ യൂണിഫോം റിട്ടാർഡേഷൻ. ഓക്കെ. ഇത് വെച്ചിട്ട് ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് പറയുകയാണേ. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്
ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് നിങ്ങൾക്ക് ഇങ്ങനെ തരുന്നു. ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ. ഇതിലിവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് എ ബി സി ഡി ഇങ്ങനെ വന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഏതൊക്കെ പോയിന്റിലാണ് വെലോസിറ്റി പോസിറ്റീവ്, ഏതൊക്കെ പോയിന്റിലാണ് വെലോസിറ്റി നെഗറ്റീവ്? ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്, ഓർമ്മിച്ചോളൂ. ഏതൊക്കെ പോയിന്റിലാണ് വെലോസിറ്റി പോസിറ്റീവ്, ഏതൊക്കെ പോയിന്റിലാണ് വെലോസിറ്റി നെഗറ്റീവ്, ഏതൊക്കെ പോയിന്റിലാണ് വെലോസിറ്റി 0? ഇതാ ക്വസ്റ്റ്യൻ. ഓക്കെ, വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? സ്ലോപ്പ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്ലോപ്പ്. അപ്പോൾ വെലോസിറ്റി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് പോസിറ്റീവ്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞെന്നാ ഗ്രാഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇവിടുന്ന് ഇങ്ങനെ വന്നാൽ, മുകളിലേക്ക് ഇങ്ങനെ വന്നാലാണ് സ്ലോപ്പ് പോസിറ്റീവ്. ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോഴാണ്, നേരെ തിരിച്ച് ഇങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ വരുമ്പോഴാണ് സ്ലോപ്പ് നെഗറ്റീവ് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പോകുന്ന പോയിന്റ് നോക്കിയായി. ഇതാ എ എന്ന് പറയുന്ന പോയിന്റിൽ ഗ്രാഫ് മുകളിലേക്കല്ലേ, ഗ്രാഫ് മുകളിലേക്കാണ്. ഇങ്ങനെ മുകളിലേക്കാണെങ്കിൽ സ്ലോപ്പ് പോസിറ്റീവ്, സ്ലോപ്പാണ് വെലോസിറ്റി. അപ്പോൾ ഇവിടുന്ന് മുകളിലേക്കാണെങ്കിൽ സ്ലോപ്പ് പോസിറ്റീവ് മീൻസ് വെലോസിറ്റി പോസിറ്റീവ്. ഇതാ ഈ പോയിന്റിൽ നോക്കൂ, ഈ പോയിന്റ് കണ്ട ഗ്രാഫ് ഇവിടുന്ന് ഇങ്ങോട്ടാണ്, താഴോട്ടേക്കാണ്. ഇങ്ങനെ വന്ന അർത്ഥം സ്ലോപ്പ് നെഗറ്റീവ്. അപ്പോൾ ഈ പോയിന്റിൽ ഗ്രാഫ് താഴോട്ടേക്കാണ്, അതിൻ്റെ അർത്ഥം സ്ലോപ്പ് നെഗറ്റീവ്. സ്ലോപ്പാണ് വെലോസിറ്റി. അപ്പോൾ സ്ലോപ്പ് നെഗറ്റീവ് മീൻസ് വെലോസിറ്റി നെഗറ്റീവ്. അപ്പോൾ ഇവിടെയാണ് വെലോസിറ്റി നെഗറ്റീവ്. അപ്പോൾ ഇവിടെ വെലോസിറ്റി പോസിറ്റീവ്, ഇവിടെ വെലോസിറ്റി നെഗറ്റീവ്. എന്നാൽ ഇവിടെ സ്ലോപ്പ് പോസിറ്റീവ്, ഇവിടെ സ്ലോപ്പ് നെഗറ്റീവ്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ആണെങ്കിലാണേ. ഓക്കെ, ഈ പോയിന്റ് നോക്കൂ. ഈ പോയിന്റിൽ ഗ്രാഫ് എങ്ങനെയാണ്? ഈ പോയിന്റിൽ ഗ്രാഫ് ഇത് ഇങ്ങനെയല്ലേ വരുന്നത്? ഇത് അവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് പോലെ. ഈ പോയിന്റിൽ മാത്രം നോക്കൂ. ഇൻസ്റ്റൻറ്റേനിയസ് ഒരു പോയിന്റ്, അതല്ല ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് പറയുന്നത്, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അപ്പോൾ ഈ പോയിന്റിലുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഈ പോയിന്റിൽ വെലോസിറ്റി പോസിറ്റീവ് ആകാൻ കാരണം ഗ്രാഫ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. സ്ലോപ്പ് പോസിറ്റീവ് മീൻസ് സ്ലോപ്പാണ് വെലോസിറ്റി. അപ്പോൾ സ്ലോപ്പ് പോസിറ്റീവ് മീൻസ് വെലോസിറ്റി പോസിറ്റീവ്. ഈ പോയിന്റിൽ സ്ലോപ്പ് നെഗറ്റീവ് മീൻസ് വെലോസിറ്റി നെഗറ്റീവ്. ഈ പോയിന്റിൽ നോക്കൂ, ഈ പോയിന്റ് ഇതാ കണ്ട, ഇതൊന്നും എടുക്കണ്ട നിങ്ങൾ. ഈ പോയിന്റിൽ മാത്രം നോക്കൂ. പോയിന്റിൽ ഇങ്ങനെയല്ലേ വരുന്ന ഗ്രാഫ്, ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെയല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ വന്ന അർത്ഥം എന്നാ? ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ വന്ന അർത്ഥം ഒബ്ജക്റ്റ് റെസ്റ്റാണ്. ഇങ്ങനെ വന്നാൽ അർത്ഥം ഒബ്ജക്റ്റ് റെസ്റ്റാണ്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി 0 ആണ് അല്ലേ. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ വന്ന അർത്ഥം എന്നാ? ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാൽ, ഇങ്ങനെ ടൈമിന് ഇനി പാരലായിട്ട് ഇങ്ങനെ വന്നാൽ പോയിന്റ് എടുക്കുമ്പോൾ ഇങ്ങനെ വരിക, അപ്പോൾ റെസ്റ്റാണ്. ഈ പോയിന്റ് എടുക്കുമ്പോഴും ഗ്രാഫ് ഇങ്ങനെ വരിക. ആ പോയിന്റിൽ മാത്രം നോക്കൂ, അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ വരിക. ആ പോയിന്റിൽ ഇവിടെ മുതൽ ഇവിടെ വരെ നോക്കിയായി ഇങ്ങനെ വരിക. ഇതിന് പാരലായിട്ട് ടൈമാക്സിന് പാരലായിട്ട്, അപ്പോൾ റെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി 0. അപ്പോൾ ഈ രണ്ട് പോയിന്റിൽ വെലോസിറ്റി 0, ഈ പോയിന്റിൽ വെലോസിറ്റി പോസിറ്റീവ്, ഈ പോയിന്റിൽ വെലോസിറ്റി നെഗറ്റീവ്. അങ്ങനെയാണ് നോക്കുക. ഓക്കെ, അപ്പോൾ ടൈമായി. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് വെലോസിറ്റി ടൈം ഗ്രാഫും ആക്സലറേഷൻ ടൈം ഗ്രാഫുമാണ്. ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ.